എല്ലാം ഞങ്ങൾ തടുത്തു. ഒരൊറ്റ മിസൈൽ പോലും ലക്ഷ്യം കണ്ടില്ല. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ലോകത്തിന് മുന്നിൽ തട്ടിവിട്ട നുണകളുടെ കോട്ടയാണ് ഇപ്പോൾ തകർന്നു വീണിരിക്കുന്നത്. ഇത് ഇസ്രായേലിന്റെ അജയ്യമായിട്ടുള്ള പ്രതിരോധ കോട്ട എന്ന് വിശേഷിക്കപ്പെട്ട അയൺ ഡോമും ആരോ സിസ്റ്റവും എല്ലാം ഇറാന്റെ മിസൈൽ പ്രഹരത്തിൽ നിഷ്പ്രഭമായി എന്ന പുതിയ സാറ്റലൈറ്റ് ചിത്രങ്ങൾ തെളിയിക്കുകയാണ്. റമാദ് ഡേവിഡ് എയർബേസിൽ ഇറാന്റെ മിസൈലുകൾ നേരിട്ട് പതിച്ച് യുദ്ധവിമാനങ്ങളുടെ സർവീസ് കേന്ദ്രവും വാഹനങ്ങളും തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ നെതന്യാഹു ഒളിപ്പിച്ചു വെച്ച ഈ ഒരു കനത്ത നാശനഷ്ടങ്ങളുടെ നേർചിത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സ്വന്തം പരാജയം മൂടിവെക്കാൻ ഇനി എത്ര കാലം നുണകൾ നെതന്യാഹു പറയുമെന്നുള്ളതാണ്. അതായത് ലോകത്തിലെ ഏറ്റവും ശക്തവും അത്യാധുനികവുമാണെന്ന് ഇസ്രായേൽ വിശേഷിപ്പിക്കുന്ന ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ കോട്ടയെ ഇറാൻ മിസൈലുകൾ ഭേദിച്ചിരിക്കുകയാണ്. എല്ലാ മിസൈലുകളും തടഞ്ഞു എന്ന ഇസ്രായേലിന്റെ അവകാശവാദങ്ങളെ തകിടം മറിച്ചുകൊണ്ട് അവരുടെ പ്രധാന വ്യോമതാവളമായിട്ടുള്ള റമദ് ബേസിൽ നേരിട്ട് മിസൈൽ പതിച്ചതിന്റെ ഉപഗ്രഹ ചിത്രങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അയൺ ഡോമും ആരോ സിസ്റ്റവും പരാജയപ്പെട്ടത് ഇസ്രായേലിനെ പോലും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. എന്നിട്ടാണ് പറയുന്നത് എല്ലാ മിസൈലുകൾ ഞങ്ങൾ തൊടുത്തു എന്നുള്ളത്. കഴിഞ്ഞ ദിവസം ഇറാൻ നടത്തിയ വൻ മിസൈൽ ആക്രമണത്തിൽ ഇസ്രായേലിന് കാര്യമായിട്ടുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടില്ല എന്നായിരുന്നു ആദ്യ റിപ്പോർട്ടുകൾ. ഇസ്രായേൽ പ്രതികരിച്ചതും അങ്ങനെയായിരുന്നു. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന സാറ്റലൈറ്റ് ചിത്രങ്ങൾ വിരൽ ചൂണ്ടുന്നത് മറ്റൊന്നിലേക്കാണ്. അതായത് ഈ ഒരു യുദ്ധത്തിൽ അല്ലെങ്കിൽ ഈ ഒരു മിസൈൽ മഴയിൽ ഇസ്രായേലിന്റെ സൈനിക താവളങ്ങൾക്ക് നേരിട്ടുള്ള പ്രഹരമേൽപ്പിക്കാൻ ഇറാന് സാധിച്ചു എന്ന് വ്യക്തമാക്കുന്ന ഉപഗ്രഹ ചിത്രങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇസ്രായേലിന്റെ സൈനിക മേധാവിത്വ വാദങ്ങൾക്ക് കനത്ത തിരിച്ചടിയാണ് ഈ ഒരു ഉപഗ്രഹ ചിത്രങ്ങൾ എന്ന് പറയുന്നത്. ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഇസ്രായേലിന് സംഭവിച്ച കനത്ത നാശനഷ്ടങ്ങൾ ഒടുവിൽ പുറത്തു വന്നിരിക്കുകയാണ്. ഈ ഒരു ചിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും എത്രത്തോളമാണ് ഈ ഇസ്രായേൽ പറഞ്ഞ കാര്യങ്ങൾക്ക് വിപരീതമായിട്ട് നടന്നത് എന്നുള്ളത്. കാരണം ഈ മിസൈൽ വന്ന് പതിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങളാണ് ഇതിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. അത്തരം ഉപഗ്രഹ ചിത്രങ്ങളാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ആക്രമണങ്ങളെല്ലാം പ്രതിരോധിച്ചു എന്ന ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയത്തിന്റെ നെതന്യാഹുവിന്റെയും ഔദ്യോഗിക വാദങ്ങളെ പൂർണ്ണമായിട്ടും പൊളിച്ചെടുക്കുന്നതാണ് പുതിയ സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ. റമാദ് ഡേവിഡ് എയർബേസ്, നെവാറ്റിം എന്ന ഈ 3 എയർബേസ് എന്നിവിടങ്ങളിൽ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ കൃത്യമായിട്ട് പതിച്ചതായിട്ട് സ്വതന്ത്ര നിരീക്ഷകർ ഇതിനെ സ്ഥിരീകരിക്കുന്നുണ്ട്. അതായത് വ്യോമസേനയുടെ തന്ത്രപ്രധാനമായിട്ടുള്ള കേന്ദ്രങ്ങൾ തകർന്നിട്ടും അത് ലോകത്തോട് മറച്ചുവെച്ച നെതന്യാഹു സർക്കാരിന്റെ നടപടി ഇസ്രായേലിനുള്ളിൽ തന്നെ ഇപ്പോൾ വലിയ രാഷ്ട്രീയ പ്രതിസന്ധിക്ക് കാരണമാവുകയാണ്. നെതന്യാഹുവിന്റെ നുണക്കഥകൾ പൊളിഞ്ഞു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് ഇറാന്റെ മിസൈലുകളെല്ലാം ആകാശത്ത് വെച്ച് തന്നെ തകർത്തു എന്നായിരുന്നു ഈ നെതന്യാഹു വീമ്പ് പറഞ്ഞത്. ഇസ്രായേലിന്റെ തനി നിറം ഇപ്പോൾ ഈ ഒരു സാറ്റലൈറ്റുകൾ പുറത്തുവിട്ടതോടെ ലോകം കണ്ടിരിക്കുകയാണ്. ഓപ്പറേഷൻ നസ്രയിലൂടെ ഇറാൻ തൊടുത്തുവിട്ട മിസൈലുകൾ ഇസ്രായേലിന്റെ പ്രതിരോധ ഷീൽഡ് തുളച്ചു കയറിയിരിക്കുകയാണ്. റമാദ് ഡേവിഡ് വ്യോമതാവളത്തിൽ പുകയുയർന്ന ചിത്രങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടു കഴിഞ്ഞിട്ടുണ്ട്. വൻ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടും ഒന്നും സംഭവിച്ചില്ല എന്ന് വെറുതെ തീർക്കാൻ നെതന്യാഹു പാടുപെടുകയാണ്. യുദ്ധമുഖത്ത് ഇസ്രായേൽ നേരിട്ടത് സമാനതകളില്ലാത്ത തിരിച്ചടിയാണെന്ന് ഇതിൽ നിന്ന് വ്യക്തമാവുകയാണ്. അതായത് റമദ് ഡേവിഡ് ബേസിലെ ഇന്ധന സർവീസ് കേന്ദ്രവും ക്യാമ്പ് ഷിംഷോണിലെ വൻ തീപിടുത്തവും എല്ലാം ഇറാന്റെ ആക്രമണത്തിന്റെ ആഘാതം വിളിച്ചോതുന്നുണ്ട്. പ്രതിരോധ കോട്ടകൾ പാളിയതും സൈനിക താവളങ്ങൾ തകർന്നതും ജനങ്ങളിൽ നിന്ന് ഒളിച്ചു വയ്ക്കുന്ന നെതന്യാഹുവിന്റെ തന്ത്രം പരാജയഭീതിയിൽ നിന്നുള്ളതാണ് എന്ന് വ്യക്തമാക്കുകയാണ്. അതായത് ഒരു ഭരണാധികാരി സ്വന്തം രാജ്യത്തിന്റെ പരാജയം മൂടിവെക്കാൻ വേണ്ടിയിട്ട് നുണകളെ ആശ്രയിക്കുമ്പോൾ തകരുന്നത് ആ രാജ്യത്തിന്റെ വിശ്വസ്തതയാണ്. കാരണം ഇറാൻ നടത്തിയ കനത്ത ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിൽ ഇസ്രായേലിന്റെ തന്ത്രപ്രധാനമായിട്ടുള്ള സൈനിക കേന്ദ്രങ്ങൾക്ക് സംഭവിച്ച കേടുപാടുകൾ നെതന്യാഹുവിന് ഒളിച്ചു വെക്കാനായില്ല. മാത്രമല്ല ഈ ഒരു ആക്രമണം എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ നെതന്യാഹുവിനെയും ഇസ്രായേലിനെയും ഞെട്ടിച്ചിരിക്കുകയാണ്. പലതവണ ലെബനിലേക്ക് ആക്രമണം നടത്തരുത്, ആക്രമണം നടത്തിയാൽ നിങ്ങൾ ഏൽക്കാൻ പോകുന്നത് വലിയ തിരിച്ചടിയായിരിക്കുമെന്ന് ഇറാൻ പറയുമ്പോഴും അതിനൊന്നും ചെവി കൊടുക്കാതെ നെതന്യാഹു സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയിട്ട് ലെബനാനിലേക്ക് ആക്രമണം നടത്തി. അവസാനം എന്താണ് സംഭവിച്ചത്? ഈ ഇറാന്റെ ഒരു മാരകമായിട്ടുള്ള മിസൈൽ മഴ വന്നിട്ട് ഈ ഇസ്രായേലിന്റെ 3 ബേസുകളിലേക്കും പതിച്ചു. അങ്ങനെ വലിയ പ്രശ്നമുണ്ടായി, നാശനഷ്ടങ്ങൾ ഉണ്ടായി. പക്ഷെ ഇതെല്ലാം നെതന്യാഹുവിന്റെ കൂട്ടാളികളും പറഞ്ഞ എന്താണ്? ഈ യുദ്ധം ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ഞങ്ങൾ അതിനെ വിജയകരമായിട്ട് തന്നെ എതിർത്തു എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ വിജയകരമായിട്ട് എതിർത്തു എന്ന് പറഞ്ഞ ആ ഒരു യുദ്ധത്തിന്റെ സാറ്റലൈറ്റ് ചിത്രങ്ങൾ പുറത്തു വന്നതോടെ ഒരു കാര്യം ലോകത്തിന് മനസ്സിലായി. അമേരിക്കയ്ക്കും ഈ ഇസ്രായേലിനും ഒന്നും തന്നെ ഈ ഇറാന്റെ മിസൈലിന് മുന്നിൽ
പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നത്. ആരോ 3 അടക്കമുള്ള കോടികൾ വിലമതിക്കുന്ന ഇസ്രയേലി പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്ന് മിസൈലുകൾ താവളത്തിൽ പതിച്ചു എന്ന് സാറ്റലൈറ്റ് ചിത്രങ്ങൾ അടിവരയിടുമ്പോൾ അവിടെ വലിയ പരാജയമാണ് ഇസ്രയേലിൽ ഉണ്ടാകുന്നത്. സ്വന്തം പരാജയങ്ങൾ വിജയകരമായിട്ട് ചിത്രീകരിച്ച് അധികാരം നിലനിർത്താൻ ശ്രമിക്കുന്ന നെതന്യാഹുവിന്റെ രാഷ്ട്രീയ നാടകങ്ങൾക്കാണ് ഈ ഒരു സാറ്റലൈറ്റ് ചിത്രങ്ങൾ തിരിച്ചടി നൽകിയിരിക്കുന്നത്. മാത്രമല്ല അവരുടെ അത്യാധുനികം ഏറ്റവും സുരക്ഷിതം എന്ന് പറയുന്ന ഈ പറയുന്ന എയർബേസുകളെ ഈ പറയുന്ന പ്രതിരോധ സംവിധാനങ്ങളെ തുളച്ചു കയറുന്ന രീതിയിലായിരുന്നു ഇറാന്റെ ആക്രമണം എന്ന് പറയുന്നത്. ആക്രമണം നടന്ന മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ക്യാമ്പ് ഷിംഷോൺ സൈനിക താവളത്തിൽ ഉണ്ടായ വൻ തീപിടുത്തം നിയന്ത്രിക്കാൻ ഇസ്രയേലിന് കഴിഞ്ഞിരുന്നില്ല എന്നതാണ് ഇനി മറ്റൊരു കാര്യം. അതായത് ബഹിരാകാശത്ത് നിന്നുള്ള തെളിവുകൾ പുറത്തു വന്നപ്പോഴാണ് ഇസ്രയേൽ ഇത്രയും നേരം മറച്ചുവെച്ച വലിയൊരു ദുരന്തത്തിന്റെ വ്യാപ്തി ലോകമറിഞ്ഞത്. തങ്ങളുടെ സൈനിക കേന്ദ്രങ്ങൾ കത്തിയമരുമ്പോഴും എല്ലാം ശുഭം എന്ന് പറയുന്ന നെതന്യാഹുവിനെയാണ് കാണാൻ സാധിച്ചിരുന്നത്. ഇത് വെറും ഒരു സൈനിക നഷ്ടം മാത്രമല്ല, നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ തകർച്ച കൂടിയാണ്. അതായത് ഒരു കോടിക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന പ്രതിരോധ മിസൈലുകൾ വെടിവെച്ച് തീർത്തിട്ടും ഇറാന്റെ മിസൈലുകൾ ഇസ്രയേലിന്റെ മണ്ണിൽ വന്ന് പതിച്ചു എന്ന് പറയുമ്പോൾ അത് അങ്ങേയറ്റം നെതന്യാഹുവിന്റെ രാഷ്ട്രീയത്തിലുള്ള പരാജയവും കൂടിയാണ്. തങ്ങൾ സുരക്ഷിതരല്ല എന്ന ഭയം ഇപ്പോൾ ഇസ്രയേൽ ജനതയ്ക്കുള്ളിൽ ഉണ്ടായി കഴിഞ്ഞിരിക്കുകയാണ്. കാരണം ഇത്രയും വലിയ സംഭവം നടന്നു, ഇത്രയും സുരക്ഷിതമായ ആണ് എന്ന് പറയുന്ന 3 എയർബേസുകളിലേക്കും ഇറാന്റെ മിസൈലുകൾ വന്ന് പതിച്ച് വലിയ രീതിയിലുള്ള നാശനഷ്ടം ഉണ്ടായിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ജനങ്ങളുടെ അവസ്ഥയും ഇതൊക്കെ തന്നെയായിരിക്കും. കാരണം നിലവിൽ ബങ്കറിനുള്ളിൽ ഒളിക്കുന്ന ജനങ്ങളെയാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. ഈ സമയത്താണ് ഇപ്പോൾ ഈ ഒരു ഉപഗ്രഹ ചിത്രം പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും സ്വന്തം പരാജയവും തന്ത്രപ്രധാന കേന്ദ്രങ്ങളുടെ തകർച്ചയും മൂടിവെച്ച് അധികാരവും നിലനിർത്താൻ നോക്കുന്ന നെതന്യാഹുവിന്റെ നുണകളുടെ ആയുസിന് ഈ ഒരു സാറ്റലൈറ്റ് ചിത്രങ്ങൾ അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇസ്രയേലിന്റെ അജയ്യമായിട്ടുള്ള പ്രതിരോധ കോട്ടകളെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് ഇറാൻ നടത്തിയ ഈ ഒരു മിസൈൽ ആക്രമണം മിഡിൽ ഈസ്റ്റിലെ സൈനിക സമവാക്യങ്ങളെ പൂർണ്ണമായിട്ടും മാറ്റിമറിച്ചിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും അത്യാധുനിക സാങ്കേതിക വിദ്യ കൈവശമുണ്ട് എന്ന് അവകാശപ്പെട്ട ഇസ്രയേലിനും അവരുടെ സഖ്യകക്ഷിയായ അമേരിക്കയ്ക്കും ഒരേ സമയം തന്നെ കനത്ത പ്രഹരം നൽകാൻ ഇറാന് കഴിഞ്ഞു എന്നതാണ് മറ്റൊരു കാര്യം. തങ്ങളുടെ പരമാധികാരത്തിന്മേൽ കൈവയ്ക്കാൻ തുനിയുന്ന ഏത് വൻശക്തിക്കും മുകളിലാണ് തങ്ങളുടെ സൈനിക ശേഷിയെന്ന് ഇറാൻ ഈ ഒരു ഓപ്പറേഷനിലൂടെ അടിവരയിട്ട് തെളിയിച്ചിരിക്കുകയാണ്. ഇറാൻ പലതവണ പറയുന്നുണ്ട്, പക്ഷെ അതാരും കേൾക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ കേൾക്കാത്തപ്പോ എന്ത് ചെയ്യും? ഇറാന്റെ ഈ അത്യുഗ്രൻ മാരകമായിട്ടുള്ള മിസൈൽ മഴ ഉണ്ടാകും. അങ്ങനെ വലിയ നഷ്ടം ഉണ്ടാകുമ്പോൾ അത് മറച്ചു വെക്കാൻ നോക്കും. പക്ഷെ അങ്ങനെയൊന്നും എല്ലാ കാര്യങ്ങളും മറച്ചു വെക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. എന്തായാലും 2024 ഒക്ടോബറിലെ മിസൈൽ ആക്രമണത്തിന് ശേഷം, അതായത് റഡാറുകളുടെ കണ്ണ് വെട്ടിച്ച് റമാദ്, ഡേവിഡ്, നെവാറ്റിം എയർബേസുകളിൽ കൃത്യമായിട്ടുള്ള മിസൈലുകൾ വീണ്ടും പതിപ്പിച്ചതിലൂടെ തങ്ങളുടെ തന്ത്രപരമായിട്ടുള്ള മേധാവിത്വമാണ് ഇറാൻ ഈ ലോകത്തിന് മുൻപിൽ കാട്ടിക്കൊടുക്കുന്നത്. അതായത് ഇസ്രായേൽ നിരന്തരം പറഞ്ഞു പോന്ന നുണക്കഥകളെ ബഹിരാകാശത്തു നിന്നുള്ള സാറ്റലൈറ്റ് ചിത്രങ്ങൾ വഴി പൊളിച്ചെടുക്കാൻ കഴിഞ്ഞത് ഇറാന്റെ സൈനിക തന്ത്രങ്ങളുടെ വലിയൊരു വിജയമാണ്. ഇനി പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ കടുത്ത ഉപരോധങ്ങൾക്കിടയിലും തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചെടുത്ത ബാലിസ്റ്റിക് മിസൈലുകൾക്ക് ഇസ്രയേലിന്റെ ആകാശ പ്രതിരോധ ഷീൽഡ് തുളച്ചു കയറാൻ സാധിച്ചു എന്നത് ഇറാന്റെ പ്രതിരോധ മേഖലയുടെ കരുത്ത് വിളിച്ച് കാട്ടുന്നുണ്ട്. ഈ മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ താവളങ്ങൾക്ക് നേരെ പോലും കൃത്യമായിട്ടുള്ള ആക്രമണം നടത്തിക്കൊണ്ട് കേവലം ഒരു പ്രതിരോധത്തിനപ്പുറം ഏതൊരു വലിയ വെല്ലുവിളിയും നേരിടാൻ ഞങ്ങൾ സജ്ജമാണെന്ന് ശക്തമായ സന്ദേശമാണ് ഇറാൻ നൽകിയിരിക്കുന്നത്. കുവൈറ്റിലെ US താവളങ്ങളിൽ ഉണ്ടായ വൻ തകർച്ചകൾ അമേരിക്കൻ സൈന്യത്തിന് പോലും ഇറാന്റെ മിസൈൽ ശേഷിക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം തുറന്നു കാട്ടുകയാണ്. അതായത് ഇസ്രയേലിനെ അന്ധമായിട്ട് പിന്തുണയ്ക്കുന്ന ശക്തികൾക്ക് ഇനി ഒരു നീക്കത്തിന് മുൻപ് 100 വട്ടം ചിന്തിക്കേണ്ടി വരുമെന്ന സ്ഥിതിവിശേഷമാണ് ഇറാൻ ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത്. ചുരുക്കത്തിൽ നെതന്യാഹുവിന്റെ പൊള്ളയായിട്ടുള്ള വാദങ്ങളും PR സ്റ്റണ്ടുകളെയും സാറ്റലൈറ്റ് തെളിവുകൾ വെച്ച് കാറ്റിൽ പറത്തിക്കൊണ്ട് ഇറാൻ ഈ ഒരു പോരാട്ടത്തിൽ തങ്ങളുടെ വ്യക്തമായിട്ടുള്ള മേധാവിത്വം ഉറപ്പിച്ചു കഴിഞ്ഞു. ഇസ്രയേലിന്റെ സൈനിക കേന്ദ്രങ്ങൾ കത്തിയമർന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ മേഖലയിലെ യഥാർത്ഥ ശക്തി ആരാണെന്ന് ലോകത്തിന് മനസ്സിലായി കഴിഞ്ഞു എന്നതാണ് മറ്റൊരു കാര്യം. ഇറാന്റെ ഈ ഒരു അപ്രതീക്ഷിതവും ശക്തവുമായിട്ടുള്ള തിരിച്ചടി മിഡിൽ ഈസ്റ്റിന്റെ ചരിത്രത്തിൽ ഇസ്രയേലിനേറ്റ ഏറ്റവും വലിയ തന്ത്രപരമായിട്ടുള്ള പരാജയമായിട്ട് ഓർമ്മിക്കപ്പെടും എന്നതാണ് മറ്റൊരു കാര്യം. അതായത് യുദ്ധം കൊണ്ട് എല്ലാവരെയും വീഴ്ത്താം, ഞങ്ങളാണ് വൻ ശക്തി എന്ന് പറഞ്ഞ ഇസ്രയേലിനുണ്ടായ ഏറ്റവും വലിയ പരാജയവും നാണക്കേടുമാണിത്. ഇസ്രയേലിനെ മാത്രമല്ല, ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ തല തെറിക്കുന്ന രീതിയിലുള്ള ആക്രമണമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇനിയൊരു യുദ്ധം നടത്തണോ വേണ്ടയോ എന്നുള്ള രീതിയിൽ പോലും ചിന്തിക്കേണ്ടി വന്നിരിക്കുന്നു. എന്തായാലും ഇറാന്റെ ആക്രമണത്തിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ് ഇപ്പോൾ ഈ ഒരു രാജ്യം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്.